الآفات في النقد إذا حسدت. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين، حمدا يوافي نعمه ويكافي مزيده. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم وصل وبلغ منا ثواب قراءتنا وصلواتنا وسلامنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والعظماء والشهداء والزهاد والصديقين والصالحين. اللهم سيما إلى حضرات أرواح أساتذتنا وأساتذة أساتذتنا وإلى حضرات أرواح مشايخنا وإلى حضرات أرواح جميع من انتفعنا بعلومهم يا رب العالمين. اللهم زدهم تعظيما وتشريفا وتكريما يا الله. اللهم افض علينا وعلى والدينا وعلى من تعلقوا بنا من فيوضاتهم وأسرارهم يا رب العالمين. اللهم بحقهم يسر لنا أمورنا كلها مع الراحة لقلوبنا وأبداننا، وبارك لنا في جميع أمورنا، خاصة في درسنا هذا بركة دامة كما باركت على عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. اغفر لنا ولوالدينا ولأساتذتنا وللسائر من تعلقوا بنا يا خير الغافرين. ورحمنا وإياهم برحمتك يا أرحم الراحمين. صلى الله عليه وسلم وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ربنا اغفر لنا ولوالدينا ولأساتذتنا ولمن انتفعنا بعلومهم يا رب العالمين. ഉം. അപ്പോ ഇവിടെ പാഠഭാഗം ഇവിടെ എത്തി. സൂറത്തു നാസിയാത്ത്. സൂറത്തു നാസിയാത്തിന്റെ പിന്നെ വല്ലർന്ന ذلك ദഹാഹ അവിടെ വരെ എത്തുന്നുണ്ട് ഓർമ്മ. ഉം. അതെന്തായാലും 26-ാമത്തെ ആയത് നോക്കി. 26-ാമത്തെ ആയത്ത് മുതൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في ذلك لعبرة لمن يخشى. أأنتم أشد خلقا أم السماء بناها رفع سمكها فسواها وأغطش ليلها وأخرج ضحاها والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها والجبال أرساها متاعا لكم ولأنعامكم. فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى.
وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. صدق الله مولانا العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നാസിയാത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്നു. ആ ഖിയാമത്ത് നാള് സംഭവിക്കുമോ എന്നതിൽ സംശയമുള്ള മക്കക്കുഫാറുകളോട് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കഴിവിനെ ബോധിപ്പിക്കുന്ന പ്രമാണങ്ങൾ പറയുന്നു. അപ്പോ ആ പ്രമാണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെയും ഭൂമിയെയും രാവിനെയും പകലിനെയും ഒക്കെ ചിന്തിക്കാൻ ദൃഷ്ടാന്തമായി പറയുകയാണ്. അപ്പോ ഈ പ്രവിശാലമായ ആകാശത്തെ പടച്ച റബ്ബിനുണ്ടോ മനുഷ്യരായ നിങ്ങൾ മരണപ്പെട്ട് മണ്ണായി കഴിഞ്ഞാൽ മടക്കി കൊണ്ടുവരാൻ വല്ല പ്രയാസവും ഇല്ല. നിങ്ങളാണോ അശദ്ദു ശക്തിപ്പെട്ടവർ, ശക്തിയുള്ളവർ, കഠിനമായവർ, ഖൽഖൻ സൃഷ്ടിപ്പിനാൽ കടുപ്പമുള്ളവർ നിങ്ങളാണോ അമിസ്സമ അല്ല ആകാശമാണോ? മനാഹ എന്താ പറയുക, ഏതാകാശം? മനാഹ ആകാശത്തെ അള്ളാഹു പണിതിരിക്കുന്നു, അള്ളാഹു നിർമ്മിച്ചിരിക്കുന്നു. ഉയർത്തി വെച്ചിരിക്കുന്നു. സംഗഹ ആകാശത്തിന്റെ കട്ടിയെ, ആകാശത്തിന്റെ ഭാഗത്തെ അള്ളാഹു ഉയർത്തി വെച്ചിരിക്കുന്നു. ഫസവ്വാഹ അവനതിനെ ശരിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ആകാശത്തെ ഒരു വിള്ളലും കീറുമില്ലാതെ ശരിപ്പെടുത്തിയിരിക്കുന്നവൻ അവനാണ്. അള്ളാഹു ആകാശത്തിന്റെ രാവുകളെ ഇരുൾ മുറ്റിയതാക്കി. അതിന്റെ പ്രകാശത്തെ, പ്രഭാവത്തെ അള്ളാഹു പുറത്തു കൊണ്ടുവന്നു. അഥവാ അതിന്റെ പകൽ അള്ളാഹു വെളിച്ചമുള്ളതാക്കി. വൽ അർള ബഅദ ദാലിക ദഹാഹ വല്ലർദ ഭൂമിയെ ബഅദ ദാലിക അതിന് ശേഷം ദഹാഹ അള്ളാഹു പരത്തിയിരിക്കുന്നു, വിശാലമാക്കിയിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ വിധത്തിൽ അതിനെ ആ ഭൂമി വിശാലമാക്കി നൽകി. മാത്രമല്ല അഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ അഖ്റജ അള്ളാഹു പുറപ്പെടുവിച്ചു, അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു. മിൻഹാ ഭൂമിയിൽ നിന്ന് അതിന്റെ വെള്ളത്തെ, ആ ഭൂമിയിൽ നിന്ന് അള്ളാഹു തആല വെള്ളത്തെ പുറത്തു കൊണ്ടുവന്നു. വെള്ളം മാത്രമല്ല മർആഹാ ആ ഭൂമിയിൽ ഭക്ഷിക്കാനുള്ളതിനെയും കഴിക്കാനുള്ളതിനെ, ആ ഭൂമിയിൽ ഭക്ഷിക്കാൻ ആവശ്യമായതിനെയും തിന്നാൻ ആവശ്യമായതിനെയും അള്ളാഹു പുറത്തു കൊണ്ടുവന്നു. വൽജിബാല അർസാഹാ വൽജിബാല പർവ്വതങ്ങളെ, അർസാഹ പർവ്വതങ്ങളെ നാം ഉറപ്പിച്ചു നിർത്തി, ഭൂമിക്ക് ആണിയാക്കി അള്ളാഹു തആല ആ പർവ്വതങ്ങളെ ഉറപ്പിച്ചു നാട്ടി. മാത്രമല്ല അതൊക്കെ അള്ളാഹു പറയാണ്, ഇതൊക്കെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമി ഇങ്ങനെ പരത്തിയതും അതിൽ നിന്ന് വെള്ളവും സസ്യങ്ങളെയൊക്കെ അള്ളാഹു പുറത്തു കൊണ്ടുവന്നതൊക്കെ മതാഅല്ലക്കും വലിയ മതാഅല്ലക്കും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള, ആസ്വദിക്കാനുള്ള അനുഗ്രഹമായിട്ടാണ്. നിങ്ങൾക്ക് മാത്രമല്ല വലിയ അൻആമിക്കും നിങ്ങളുടെ നാൽക്കാലികൾക്ക്, നിങ്ങളോടൊപ്പം ജീവിക്കുന്ന മൃഗങ്ങള്, പക്ഷിമൃഗങ്ങള്, ഈ നാൽക്കാലികള്, അവകൾക്കും കഴിക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല ഭൂമിയിൽ നിന്ന് മുളകളെ പുറത്തു കൊണ്ടുവന്നത്, വെള്ളത്തെ അള്ളാഹു നൽകിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ എണ്ണി പറയുകയാണ്. എണ്ണി പറഞ്ഞ ശേഷം പിന്നെ അള്ളാഹു തആല വീണ്ടും ഖിയാമത്ത് നാളിലേക്ക് മടങ്ങുകയാണ്. ഖിയാമത്ത് നാൾ, ആ നാളിന് വന്നാൽ എന്താണ് അതിന്റെ ഭീകരത, എന്താണ് അതിന്റെ ഭയാനകത? ഫൈദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്റാ, ഫൈദാ ജാഅത് വന്നാൽ അത്താമ്മത്തുൽ കുബ്റാ ആ അതിഭയാനകമായ ഘോര വിപത്ത്, സർവ്വതിനെയും നശിപ്പിച്ചളയുന്ന, വന്നു ഭവിച്ചാൽ എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്ത് കളയുന്ന ഘോരമായ വിപത്ത് ആ ഖിയാമത്ത് നാൾ. അതിനെന്നാൽ രണ്ടാമത്തെ ഊത്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ആ ഖിയാമത്ത് നാളിൽ അതിഘോരമായ വിപത്ത്, ആ വിപത്തങ്ങ് വന്നെത്തിയാൽ യൗമാദിനം ഓർക്കും അൽ ഇൻസാൻ മനുഷ്യൻ മാ സആ അവന്റെ പ്രയത്നങ്ങളെയൊക്കെ, അവൻ എന്തെല്ലാം അധ്വാനം ചെയ്തിട്ടുണ്ടോ, അവൻ എന്തെല്ലാം പ്രവർത്തിച്ചു പോയിട്ടുണ്ടോ, സർവ്വതിനെയും ബോധ്യപ്പെടുന്ന, സർവ്വതിനെയും ഓർത്തുപോകുന്ന ദിനമാണ് ആ ദിവസം, ആ ഖിയാമത്ത് നാളിന്റെ ദിനം. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വതിനെയും ഹാജരാക്കുമ്പോൾ
മനുഷ്യന്മാർ അവരധ്വാനിച്ച എന്തെല്ലാം കാര്യങ്ങൾ, അവർ പ്രവർത്തിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ ഓർക്കുന്ന ദിനമാണ് ആ ദിനം. മാത്രമല്ല ഒരു വിധത്തിൽ ജഹീം, ഒരു വിധത്തിൽ വെളിവാക്കപ്പെടുന്ന ദിവസമാണ് ജഹീം, നരകം. നരകം വെളിവാക്കപ്പെടും ലിമയ്യറാ, ആ നരകത്തെ നോക്കിക്കാണാൻ കഴിയുന്ന എല്ലാവർക്കും. നരകത്തെ നോക്കാൻ കഴിയുന്ന, കാണാൻ ശേഷിയുള്ള എല്ലാവർക്കും ആ നരകം അന്ന് പിന്നെ അപ്രത്യക്ഷമല്ല. ആ നരകത്തെ അള്ളാഹു പ്രത്യക്ഷത്തിൽ കൊണ്ടുവരുന്ന, വെളിവാക്കപ്പെടുന്ന, ഡിസ്പ്ലേ ചെയ്യപ്പെടുന്ന ദിനമാണ് ആ ദിനം. പറയട്ടെ, അറിയണം, ലോകത്തെ എല്ലാ മനുഷ്യന്മാരും രണ്ട് രീതിയിലാണ് വരിക. ഒന്നിരിക്കൽ ഈ പറഞ്ഞ കൂട്ടത്തിലാണ്. ഒരാൾ തഗാവൻ അതിരിവിട്ട് കടന്നവനാണ്, അതിരിവിട്ട് പ്രവർത്തിച്ചവനാണ്. മാത്രമല്ല വാസർ അൽ ഹയാത്ത് ദുനിയ, വാസറ അവൻ സെലക്ട് ചെയ്തവനാണ്, തിരഞ്ഞെടുത്തവനാണ് അൽ ഹയാത്ത് ദുനിയ, ഈ ലോകത്തെ ജീവിതത്തെ. ഈ ലോക ജീവിതത്തിന് പ്രാധാന്യം നൽകിയവനാണ് അവൻ. അങ്ങനെ ഈ ലോക ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും അതിന് വിട്ടുകിടക്കുകയും ചെയ്ത ആളുണ്ടല്ലോ. ഫൈനൽ ജഹീം ഹിയൽ മഅ്വാ, ഫൈനൽ ജഹീം, നിശ്ചയമായും നരകലോകം, നിശ്ചയമായും ജഹീമായ നരകം, ഹിയൽ മഅ്വാ, അതാണ് മടക്കസ്ഥാനം. അഥവാ അവന്റെ മടക്കസ്ഥാനം അങ്ങനെയായിരിക്കും. അങ്ങനെ അതിന് വിട്ടുകിടന്ന് എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത്, അതുപോലെ തന്നെ ഭൗതിക ലോകത്തെ ജീവിതത്തെ സെലക്ട് ചെയ്തുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചവൻ, അവന്റെ മടക്കം അത് ജഹീമായ നരകമാണ്. അവർ പരാജിതരാണ്. എന്നാ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, എന്നാ അമ്മാമൻ, എന്നാൽ ചിലർ, അവരാരാണ്? ഖാഫ, പേടിച്ചവരാണ്, മഖാമ റബ്ബിഹി, അവർ റബ്ബിന്റെ സ്ഥാനത്തെ, റബ്ബിന്റെ മഖാമിനെ പേടിച്ചവരാണ് അവർ. റബ്ബിന്റെ മഖാമിനെ പേടിച്ചുകൊണ്ട് വനഹ, അവർ തടഞ്ഞു വെച്ചവരാണ് നഫ്സ, അവരുടെ നഫ്സുകളെ, അവരുടെ സ്വന്തം ഇച്ഛ, അവരുടെ സ്വന്തം ആത്മാക്കളെ, അല്ലെ അവരുടെ മനസ്സുകളെ അവർ തടഞ്ഞവരാണ്. അനിൽ ഹവാ, ഇച്ഛയെ തൊട്ട്. ശരീരത്തുണ്ടാകുന്ന ദേഹേച്ഛകൾ, അവന്റെ നഫ്സവനോട് പറയുന്ന ഇച്ഛകൾ, ആ ഇച്ഛകളെയൊക്കെ തടഞ്ഞു വെച്ചവരാണവർ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിച്ചുകൊണ്ട് ഇച്ഛകൾക്ക് കടിഞ്ഞാനിട്ട, അവരുടെ ആഗ്രഹങ്ങൾക്ക്, അഭിലാഷങ്ങൾക്ക് കടിഞ്ഞാനിട്ട ആൾക്കാർ, അവരെ കുറിച്ച് പറയട്ടെ, ഫൈനൽ ജന്നത ഹിയൽ മഅ്വാ, നിശ്ചയമായും സുഖലോക സ്വർഗം, ഹിയൽ മഅ്വാ, അതാണ് മടക്കസ്ഥാനം. അങ്ങനെ അള്ളാഹുവിനെ പേടിച്ച് ഹവകളെ തടഞ്ഞു വെച്ച, മനസ്സിന്റെ ഇച്ഛകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്ന ആൾക്കാർ, അവർക്കാണ്, അവരുടെ മടക്കസ്ഥാനമാണ് സുഖലോക സ്വർഗം എന്ന സ്ഥാനം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അവ ഇവിടെ ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മനുഷ്യർക്ക് ഇത് അനുഗ്രഹം എടുത്തു പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് ഉണ്ടാകാൻ പോകുന്ന റിസൾട്ടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരികയാണ്. ഇന്ന രീതിയിലാണ് ഇൻഷാ അല്ലാഹ് ഈ ലോകത്തെ മനുഷ്യന്മാരെ മാറാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എവിടെ വരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അപ്പൊ നമ്മൾ തഫ്സീറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു, ഭൂമിയെ കുറിച്ച് പറഞ്ഞു. ഭൂമിയുടെ ചർച്ചയായിരുന്നു. ആ ഭൂമി എന്താണ്? ഭൂമി എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വെച്ചൊരു അപാരമായ ഗോളമാണ്. ആ ഗോളത്തിന്റെ സെൻട്രൽ ഭാഗം, അതിന്റെ കോറ്, അത് നമ്മൾ പറഞ്ഞു അതികാഠിന്യമേറിയ ഭാഗമാണ്. പിന്നെ അതിന്റെ ഇന്നർ കോറും ഔട്ടർ കോറും ഉണ്ട്, മാൻഡിലുണ്ട്. അതെല്ലാം കഴിഞ്ഞ് മേലെ ഭൂമിയുടെ മേൽഭാഗം വന്ന ക്രസ്റ്റിലാണ്, പുറന്തോടിലാണ് നമ്മൾ താമസിക്കുന്നത്. ആ പുറന്തോടിനെ വിശാലപ്പെടുത്തിയതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ ഭൂമിയെ നമ്മൾ വിശാലമാക്കി നൽകി, നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമാക്കി ഭൂമിയെ നൽകി. ഭൂമിയെ അള്ളാഹു പ്രവിശാലമല്ല എന്ന് പറഞ്ഞ അതാണ് ഭൂമിയെ. അതിനുശേഷം നമ്മൾ അള്ളാഹ് പറയാണ്, ഭൂമിയെ ശേഷം നമ്മളെ വിശാലമാക്കി പരത്തി കൊടുത്തു. വൽജിബാല അർസാഹ, അതുപോലെ പർവ്വതങ്ങളെ നാം സ്ഥിരീകരിച്ചു, പർവ്വതങ്ങളെ നാം എന്ത് ചെയ്യുക? ഉറപ്പിച്ചു കൊടുത്തു. വൽജിബാല അർസാഹ, വഖൗലു വൽജിബാല അർസാഹ, എന്താണ് വൽജിബാല? പർവ്വതങ്ങളെ നാം ഉറപ്പിച്ചിരിക്കുക. പർവ്വതങ്ങളെ അതാതിന്റെ സ്ഥാനത്ത്
അള്ളാഹു താല ഉറപ്പിച്ച് സ്ഥിരീകരിച്ച് നിർത്തിയിരിക്കുന്നു. വഹുവൽ ഹക്കീമുൽ അലീം, എല്ലാ അറിവുമുള്ള തന്ത്രജ്ഞനായ സിതാവാണ് അവൻ. അർ-റഊഫ് ബിഖൽഖിഹിർ റഹീം, അതേ പടപ്പുകളോട് വലിയ കാരുണ്യമുള്ളവനായ റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ ഭൂമിക്ക് ആണിയാക്കി. നമ്മൾ പറഞ്ഞു, ശാസ്ത്രീയ പഠനവും പറയുന്നു, നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ പുറന്തോടാകുന്ന ഭൂവൽക്കം, ഭൂവൽക്കം എന്ന് പറയുന്ന പുറന്തോട് ക്രസ്റ്റിലാണ് താമസിക്കുന്നത്. ആ ക്രസ്റ്റിലെ സാധാരണ എല്ലായിടത്തും ഏറ്റവും പ്രധാനമായി ഭൂമിയുടെ മുകൾ ഭാഗം വരിക 20 കിലോമീറ്റർ കനത്തിലെ വരിക. എന്നാൽ ഈ പർവ്വത ഭാഗത്ത് അത് 60 കിലോമീറ്ററോളം ആഴത്തിൽ ആണ്ട് നിൽക്കുന്ന ആണികളെ പോലെയാണ് പർവ്വതങ്ങളെന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ മാതിരി അതേ ഭൂമിയുടെ ഉപരിതലത്തിലെ പ്ലേറ്റുകളിലാണ് താമസിക്കുന്നത്. ആ പ്ലേറ്റുകൾ ഇങ്ങനെ ഇളകിപ്പോകാതിരിക്കാൻ അള്ളാഹുവിന്റെ സംവിധാനമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ച ആണികളുടെ സ്ഥാനത്താണ് പർവ്വതങ്ങൾ. അതാ വൽ ജിബാല അർസാഹ, പർവ്വതങ്ങളെ നാം സ്ഥിരപ്പെടുത്തി, പർവ്വതങ്ങളെ നാം ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. ഇത് അനുഗ്രഹങ്ങളാണ്. അപ്പൊ ഈ ആയത്ത് തഫ്സീർ പറയുമ്പോ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ അവിടുന്ന് തഫ്സീർ കൊണ്ട് ഖാല ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉണ്ട്. ഹദസനാ യസീദ് ബിൻ ഹാറൂൻ അഖ്ബറന അൽ-അവാം ബിൻ ഹൗശബ് അൻ സുലൈമാൻ ബിൻ അബി സുലൈമാൻ അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ് ലമ്മാ ഖലഖല്ലാഹു അൽ-അർദ ജഅലത് തമീദു ഫഖലഖൽ ജിബാല ഫഅൽഖഹാ അലൈഹി. അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ച് ആ ഭൂമി ഇങ്ങനെ നേരത്തെ നമ്മൾ ശാസ്ത്രീയമായി പറയുന്നത് പോലെ ഈ ഭൂമിയുടെ പ്ലേറ്റുകൾ ഇങ്ങനെ അകന്നകന്ന് നീങ്ങി പോകുന്നതായിരുന്നു. ആ ഭൂമി ഇങ്ങനെ നീളമായി പോകുന്നതായിരുന്നു. ഫഖലഖൽ ജിബാല ഫഅൽഖഹാ അലൈഹി ഫഅൽഖഹാ അലൈഹി. അല്ലാഹു പർവ്വതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ പ്ലേറ്റുകൾക്ക് മേൽ അല്ലാഹു തആല പർവ്വതങ്ങളെ ഉറപ്പിച്ചത്. ഫസ്തഖറത്, അപ്പോഴാണ് ആ ഭൂമിക്ക് സ്ഥിരത വന്നത്, അല്ലെങ്കിൽ എന്താ പർവ്വതങ്ങൾ ഉറപ്പിച്ചു നിർത്തിയപ്പോഴാണ് എന്ത് കൂടുതൽ ഗാഠത വന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ പടച്ചു. ഈ കാര്യം നബി സല്ലല്ലാഹു പറയാണ്, ഫതഅജ്ജബത്തിൽ മലായികത്തു മിൻ ഖൽഖിൽ ജിബാൽ, അതേ ഭൂമിയിലെ ശക്തിമത്തായ ഈ പർവ്വതങ്ങളെ സൃഷ്ടിപ്പ് കണ്ടപ്പോ ആ മലക്കുകൾ ആശ്ചര്യം കൂടി. ഫഖാലത്, മലക്കുകൾ ചോദിച്ചു, യാ റബ്ബി ഫഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനൽ ജിബാൽ. മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഈ പർവ്വതത്തിനേക്കാൾ ശക്തിമത്തായ എന്തെങ്കിലും വസ്തു സൃഷ്ടിപ്പ് നിന്റെ ഉണ്ടോ, നിന്റെ അടുക്കലുണ്ടോ? ഭൂമിയുടെ ഉറപ്പിന് വേണ്ടി അള്ളാഹു നിർമ്മിച്ച പർവ്വതങ്ങളെക്കാൾ കടുപ്പമേറിയ സിറ്റി ഉണ്ടോ എന്ന് റബ്ബിനോട് ചോദിച്ചു. കാല, അല്ല പറഞ്ഞു, ഞാൻ അതേ, പർവ്വതത്തെക്കാൾ കട്ടിയുള്ള, പർവ്വതത്തിനേക്കാൾ ഗാഠതയുള്ള സിറ്റി ഉണ്ട്. അൽ ഹദീദ്, ഇരുമ്പ് ലോഹം പർവ്വതത്തിനേക്കാൾ പവർഫുള്ളായ നല്ല ഗാഠതയുള്ളതാണ്. അബകാലത്ത്, മലക്കുകൾ ചോദിച്ചു, യാ റബ്ബി ഫഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനൽ ഹദീദ്, ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള ഏതെങ്കിലും സൃഷ്ടി ഉണ്ടോ റബ്ബേ? കാല, അപ്പ റബ്ബിന്റെ മറുപടി, നഅം, അതേ, അന്നാർ, ആ ഇരുമ്പിനെ പോലും ഉരുക്കാൻ ശക്തിയുള്ളതാണ് തീയാകുന്ന സൃഷ്ടി. എത്രയെല്ലാം ശക്തിയായ ഇരുമ്പാണെങ്കിലും ആ ഇരുമ്പിനെ നല്ല ചൂടാക്കിയാൽ എന്ത് ചെയ്യാ, ഇരുമ്പ് ഉരുകുന്നതാണ്. അപ്പൊ ആ ഇരുമ്പിനെയും വെല്ലുന്ന ശക്തിയാണ് തീക്കുള്ളത് എന്ന് അള്ളാഹു താലാന്റെ വക്കിൽ നിന്ന് മറുപടി കിട്ടി. അപ്പോഴോ കാലത്ത് അപ്പോഴും മലക്കുകൾ ചോദിച്ചു, യാ റബ്ബി ഫഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനൻ നാരി, എന്നാൽ തീയേക്കാൾ ശക്തിയുള്ള പടപ്പ് സൃഷ്ടികൾ റബ്ബേ നിന്റെ അടുക്കലുണ്ടോ? ഖാല, അപ്പൊ അള്ളാന്റെ മറുപടി, നഅം, അതേ, അൽമാഉ, തീയിനേക്കാൾ വലിയ കഴിവുള്ള സൃഷ്ടിയാണ് വെള്ളം ആ വെള്ളത്തിന് തീയിനേക്കാൾ ഒരു സൃഷ്ടിയുണ്ട്. തീയിനേക്കാൾ ആ തീ, ഇത്ര കടുപ്പമേറിയ തീയിനെ അണയ്ക്കാൻ കഴിയുന്ന വലിയ ശക്തിയുള്ള സാധനമാണ് വെള്ളം. ഖാലത്ത്, യാ റബ്ബി ഫഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനൽ മാ, മലക്കുകളുടെ ചോദ്യം, അല്ലാഹുവേ, വെള്ളത്തിനേക്കാൾ ശക്തിയുള്ളതായ എന്തെങ്കിലും സൃഷ്ടിയുണ്ടോ? ഖാല നഅം, അല്ലാഹ് പറഞ്ഞു, അതേ ഉണ്ട്. അർരീഹു, കാറ്റാകുന്ന സൃഷ്ടിക്ക് വെള്ളം എത്രയോ ട്രില്യൺ കണക്ക് വെള്ളമാകുന്ന മേഘങ്ങളെയാണ് കാറ്റ് വഹിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ കാറ്റിനാണ് വെള്ളത്തിനേക്കാൾ ശക്തിയുള്ളത്. കാലത്ത് മലക്കുകൾ ചോദിച്ചു, യാ റബ്ബി ഫഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിൻ റീഹി, അല്ലാഹുവേ, കാറ്റിനേക്കാൾ ശക്തിയുള്ള സൃഷ്ടിയുണ്ടോ നിനക്ക്? അപ്പോ റബ്ബിന്റെ മറുപടി, അതേ, ആ കാറ്റിനേക്കാൾ പവർഫുള്ളായ, കാറ്റിനേക്കാൾ ശക്തിയുള്ള സൃഷ്ടിയുണ്ട്. അതാരാണെന്നറിയുമോ? ഇബ്നു ആദം, മനുഷ്യപുത്രനാണ്. ആദം നബി അലൈഹി സ്വലാമിന്റെ സന്താനമാകുന്ന മനുഷ്യന്മാരാണ്. യതസദ്ദഖു ബിയമീനിഹി യുഖ്ഫീഹാ മിൻ ശിമാലിഹാ, ആരാണ് ഈ കാറ്റിനേക്കാളും പവർഫുള്ളായ മനുഷ്യൻ? അല്ലാഹ് പറയുന്നു, യതസദ്ദഖു ബിയമീനിഹി യുഖ്ഫീഹാ മിൻ ശിമാലിഹി, അതേ, അവന്റെ വലത് കൈ കൊണ്ട് അവൻ ധർമ്മം ചെയ്യുന്നു. പക്ഷെ ആ വലത് കൈ കൊണ്ട് ചെയ്യുമ്പോ ഇടത് കൈ പോലും അറിയുന്നില്ല. അപ്പൊ ഇത്രയും സ്വകാര്യമായി
എത്രയും രഹസ്യമായിട്ട് തന്റെ വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ സദഖ ചെയ്യാൻ, ധർമ്മം ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ, ആ മനുഷ്യന് വെള്ളത്തിനേക്കാൾ, കാറ്റിനേക്കാളും വലിയ പവറുണ്ട്, വലിയ ശക്തി ഉണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതിനും താല്പര്യം. അപ്പോ ചെറിയ ഈമാനൊന്നും പോരാ. സ്വകാര്യമായിട്ട് സദഖ ചെയ്യണമെങ്കിൽ രഹസ്യമായി കൊടുത്ത്, ആരെയും അറിയിക്കാതെ രഹസ്യമായി കൊടുത്ത് അള്ളാഹിനെ കൂലി വാങ്ങാൻ കഴിയുന്ന ആ ഒരു പ്രതിഭാസം, അത് വലിയ ഈമാനുള്ളവർക്കേ കഴിയുള്ളൂ. നല്ല പവർഫുൾ ഈമാൻ ഉടമകൾക്ക് അത് കഴിയുള്ളൂ. അപ്പൊ ആ പവർഫുൾ ഈമാനുള്ളവർ, അവര് ഈ പറഞ്ഞ അള്ളാഹു എണ്ണിയ അവന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിലെ തീരെക്കാളും വെള്ളത്തെക്കാളും കാറ്റിനേക്കാളും ഒക്കെ പവർഫുള്ളായ ആളാണ് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാകുന്ന മനുഷ്യരെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരികയാണ്. അപ്പോ പർവ്വതത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ആ പർവ്വതം സെറ്റിപ്പിന്റെ സമയത്തുണ്ടായ ഒരു കാര്യം എടുത്തു ധരിച്ചതാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, പർവ്വതങ്ങളെ നാം എന്താണ് സ്ഥിരപ്പെടുത്തി, നമ്മളെന്താണ് ഉറപ്പിച്ചു നിർത്തി, അത് നിങ്ങൾക്ക് ഇത് വലിയ അനുഗ്രഹമാണ്. പിന്നെയോ അല്ല പറയാ, അഖ്റജ മിൻഹാ മഅഹാ വമർആഹാ. അഖ്റജ മിൻഹാ, ഭൂമിയിൽ നാം പുറപ്പെടുവിച്ചു, ഭൂമിയിൽ നാം ഉൽപ്പാദിപ്പിച്ചു, മഅഹാ, ആ ഭൂമിയുടെ വെള്ളം, ആ ഭൂമിയുടെ ഉള്ളിലെ ഉറവകൾ, വെള്ളത്തെ നാം പുറത്തു കൊണ്ടുവന്നു. വെള്ളത്തെ മാത്രമല്ല, മർആഹാ, ആ ഭൂമിയിൽ നിന്ന് ഭക്ഷിക്കാനായ കാര്യങ്ങൾ, അത് പുല്ലാകട്ടെ, മുളയാകട്ടെ, സസ്യങ്ങളാകട്ടെ, ഏതാണെങ്കിൽ തന്നെ അതെല്ലാം ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തിയതാണ്. ആ മുളച്ചു പൊന്തിയ ഭക്ഷിക്കാനുള്ള വിഭവങ്ങളെ നാമാണ് പുറത്തു കൊണ്ടുവന്നത്. അതാ അഹ്റജമിനായി, അഹ്റജമിനർദി മാഅഹ, ആ ഭൂമിയിൽ നിന്ന്, ആ ഭൂമിയിലെ വെള്ളത്തിൽ നാം പുറത്തു കൊണ്ടുവന്നു. അൽ ഉയൂനൽ മുൻഫജിറത ബിൽ മാ, അതെ, അല്ലാഹു തആല ഭൂമിയിൽ ധാരാളം വെള്ളം പൊട്ടി ഉറവലിക്കുന്ന, വെള്ളം പൊട്ടി നിർഗളിക്കുന്ന ധാരാളം അരുവികളെ അല്ലാഹു തആല ആക്കി വെച്ചു. മർആഹ, അതെ, ആ കഴിക്കാനുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ ഐ അന്നബാത്തില്ലദീ യുർആ, എല്ലാവരും കഴിക്കുന്ന സസ്യങ്ങൾ, വിള മുളകൾ എന്ത് ചെയ്യണം, നമ്മൾ പുറത്തു കൊണ്ടുവന്നു. ഈ അറാദി മർആഹ മായക്കുനാസു അല്ലന, സസ്യങ്ങൾ പറയാണ്, ഈ അല്ലെ കഴിക്കുന്ന ഭക്ഷ്യസാധനം ഉദ്ദേശിക്കുന്നത് മായക്കുരു നാസു അല്ലൻ, മനുഷ്യന്മാരും നാൽക്കാലികൾ തിന്നുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പെട്ടതാണ്. അപ്പൊ ഈ ഭൂമിയിൽ മുളച്ചു പോകുന്ന എല്ലാ സാധനങ്ങളെയും അള്ളാഹു പുറത്തു കൊണ്ടുവന്നതാണ്. അത് ചിലത് മനുഷ്യന്റെ ആഹാരമാണ്, ചിലത് നാൽക്കാലികളുടെ ആഹാരമാണ്. ഇതേ പ്രകാരമാണ് അള്ളാഹു സൂറത്ത് നഹിൽ പറഞ്ഞു, അൻസല മിനസ് സമായി മാഅൻ ലക്കും മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ. അള്ളാഹു തആല ആകാശത്ത് വെള്ളത്തെ ഇറക്കി, ആ വെള്ളത്തിനാണ് നിങ്ങൾ കുടിക്കുന്നത്, അതുപോലെ ആ വെള്ളത്തിനാണ് വൃക്ഷങ്ങൾ ഉണ്ടാകുന്നത്, ആ വൃക്ഷങ്ങളാണ് നിങ്ങൾക്ക് ആഹാരം തരുന്നത്. ഇതേ ആശയാണ്. അത് സൂറത്തുൽ നുഖറ, വേറെ സൂറത്തുള്ള പറഞ്ഞു, അന്നാ സബബിനൽ മാ സബ്ബാ തുമ്മ ശഖഖ്നൽ അർദ ശഖ്ഖാ. അവിടെ അള്ള പറഞ്ഞു, എന്താ അള്ള പറയാ, നമ്മൾ ആകാശമാകുന്ന വെള്ളത്തെ കോരിച്ചൊരിഞ്ഞ് നിങ്ങൾക്ക് നൽകി, എന്റെ ഭൂമിയെ നമ്മൾ വിണ്ട് കീറി, ഭൂമിയെ നമ്മൾ എന്ത് ചെയ്യാ, വിള്ളലുള്ളതാക്കി, ധാരാളം അരുവികളും അതുപോലെ കിണറുകളും എല്ലാം സമ്മാനിച്ചുകൊണ്ട് ഭൂമിക്കിടയിൽ, നിങ്ങൾ താമസിക്കുന്ന ഇടയിൽ നിങ്ങൾക്ക് വെള്ളത്തെ അള്ളാഹു നൽകി. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? അള്ളാഹുത്തിലൂടെ പറഞ്ഞു, മതാഅല്ലക്കും വലിയ അൻആമിക്കും. അതാണ് അള്ളാഹ് അനുഗ്രഹം എടുത്തു പറയാണ്, മതാഅല്ലക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തെ ഇറക്കിയതും വെള്ളത്തിൽ നിന്ന് മുളകളെ ഉൽപ്പാദിപ്പിച്ചൊക്കെ മതാഅല്ലക്കും, നിങ്ങൾക്ക് ഉപകാരം എടുക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് മാത്രമല്ല, വലിയ അൻആമിക്കും, നിങ്ങളുടെ നാൽക്കാലികൾ, നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ജീവികളായ നാൽക്കാലികൾ, അവകൾക്കും ആഹരിക്കാൻ വേണ്ടിയാണ്. സംശയം ചോദിച്ചോട്ടെ? പറയേ. നമ്മുടെ ഇപ്പൊ എന്താ പറയാ, മറ്റേ സദക്ക, രഹസ്യമായ സദക്കനെ ശക്തി കാണിക്കാൻ വേണ്ടിയില്ല, മറ്റു ഉദാഹരണങ്ങൾ അതിൽ ബന്ധപ്പെടുത്തിയെന്ന് മനസ്സിലായില്ല. എങ്ങനെ? അതിന് വിക്ക് ശേഷമുള്ള ഈ സദക്കയുടെ കാര്യം പറയുന്നത്, അപ്പൊ അത് തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ല. മറ്റുള്ളതൊക്കെ ഒന്നിനൊന്ന് വെച്ചാന്നുള്ളതിനല്ല കാണിക്കുന്നത്. അല്ല, ആദമിന്റെ പുത്രൻ, ആദമിന്റെ പുത്രൻ മനുഷ്യൻ എന്നർത്ഥം. ഇൻസാൻ എന്ന് പറയുന്നത് വേറെ പ്രയോഗമാണ്. ഇബ്നു ആദം, എല്ലാവരും ആദമിയുടെ മക്കളല്ലേ. അപ്പൊ ആദമിന്റെ പുത്രൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനാണ് ശക്തി. ഇതിനേക്കാളല്ല, ഈ വെള്ളത്തിനേക്കാളും തീനേക്കാളും കാറ്റിനേക്കാളും ഒക്കെ ശക്തി മനുഷ്യനാണ്. ഏത് മനുഷ്യൻ? ഈ രീതി ഏറ്റവും സ്വകാര്യമായി
അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഏറ്റവും സ്വകാര്യമായി അവന്റെ വലത് കൊടുക്കുന്ന ഇടതുപോലും അറിയില്ല, അത്രയും സ്വകാര്യമായി ധർമ്മം ചെയ്യാൻ കഴിയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഇതിനേക്കാളൊക്കെ പവർഫുൾ ആണെന്ന് അള്ളാഹു അറിയിച്ചിരിക്കുകയാണ്. ഉസ്താദ്, രണ്ടാമത്തെ റൈറ്റ്. സംശയം. ഭൂമിയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്ന ആകാശത്തല്ല സാധാരണ വെള്ളം. അതല്ല, ആ അള്ളാഹ് പറഞ്ഞ ആ ഭൂമിയിൽ നിന്ന് വെള്ളത്തെ അള്ളാഹത്തെ ഇറക്കി തരുന്ന, ആകാശത്ത് നിന്ന് അള്ളാഹു വെള്ളത്തെ ഇറക്കി തരുന്നു. ആ വെള്ളത്തെ ഇറക്കി തരുന്ന വെള്ളത്തെ അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകരിക്കാൻ വേണ്ടി തോടുകളായി, അരുവികളായി, കിണറുകളായി എല്ലാം നിങ്ങൾ താമസിക്കുന്ന എടുത്ത് വെള്ളം ആക്കി തരുന്നില്ലേ. അള്ളാഹുത്തല എന്ത് ഭൂമി വിണ്ടുകീറിച്ചതാ, ഭൂമിയിൽ അള്ളാഹുത്തല ചാലുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് എല്ലാം അവനവൻ താമസിക്കുന്ന എടുത്ത് അവൈലബിൾ ആകേണ്ട സാധന വെള്ളം. ആ അള്ളാഹുത്തല സംവിധാനം ഒരുക്കി. അതാണ് ഭൂമിയുടെ വലിയ പ്രത്യേകതയും. അതാണ് പറഞ്ഞത്. അപ്പൊ ആ ഭൂമിയിൽ വരുന്ന വെള്ളം ആകാശത്ത് വരുന്ന വെള്ളമാണ്. പക്ഷെ ആ വെള്ളത്തെ അള്ളാഹു ഭൂമിയെ ശേഖരിച്ചുകൊണ്ട് ആ വെള്ളം നിങ്ങൾക്ക് എവിടെയും ലഭ്യമാകുന്ന തരത്തിൽ അള്ളാഹു താല ഭൂമിയെ വിണ്ടു കീറിച്ചുകൊണ്ട് അള്ളാഹു അരുവികളാക്കി തോടുകളാക്കി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അവ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല വെള്ളത്തിന്റെ പ്രാധാന്യം, വെള്ളത്തെ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ആവാസ വ്യവസ്ഥയ്ക്ക് യോഗ്യമാകുന്ന ഭൂമി വെള്ളം സാധ്യം ഉണ്ടായതുകൊണ്ടാണ്, വെള്ളവും ഓക്സിജനും ഉണ്ടായതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതുപോലെ അള്ളാഹു താല പറഞ്ഞു, അള്ളാഹ് എന്നെ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അംബിയായിൽ, എല്ലാ വസ്തുക്കളെയും അള്ളാഹു താല ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളത്തിൽ നിന്ന്. എല്ലാ ജീവികളുടെ അടിസ്ഥാനം വെള്ളമാണ്. ഹയ്യായ ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ ആക്കിയിരിക്കുന്ന വെള്ളത്തിൽ നിന്നാണ്. فانظر كيف دل بقوله ماءها مرعاها على جميع ما أخرج من الأرض قوتا ومتاعا لنا. അതാ ഇവിടെ അള്ളാഹ് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ വെള്ളത്തെ അള്ളാഹു പുറപ്പെടുവിച്ചു, അതുപോലെ ആ ഭക്ഷ്യസാധനങ്ങളെയും അത് അറിയിച്ചത് അലാ ജമീഅ മാ അഖ്റജഹു മിനൽ അർദി ഖൂതൻ വമതാഅൻ ലിൽ അനാമി മിനൽ ഉശ്ബി വശജരി. അതെ, ഭൂമി അള്ളാഹു പുറപ്പെടുവിക്കുന്ന ധാന്യങ്ങളാകട്ടെ മറ്റേത് സാധനങ്ങളാകട്ടെ അതൊക്കെ മനുഷ്യർക്കും നാൽക്കാലികൾക്കും തിന്നാനുള്ള, അത് മിനൽ ഉശ്ബി വശജരി വൽ ഹബ്ബി വസ്സമരി വൽ അസ്ഫി വൽ ഹതബി വൽ ലിബാസ് വദ്ദവായി ഹത്തൻ നാർ വൽ മിൽഹ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഈ പറഞ്ഞ ധാന്യങ്ങളാകട്ടെ, മരങ്ങളാകട്ടെ, ഫ്രൂട്ട്സുകളാകട്ടെ, അതുപോലെ വിറകുകളാകട്ടെ, ഇനി നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളാകട്ടെ, മരുന്നുകളാകട്ടെ, ഇനി വെള്ളമാകട്ടെ, ഇനി തീയാകട്ടെ, ഇതിന്റെ എല്ലാം അടിസ്ഥാനം വെള്ളമാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം വെള്ളമാണ്. അപ്പോ വെള്ളത്തിനാണ് അല്ലാഹു തആല എല്ലാ വസ്തുവിനെയും നൽകിയിട്ടുള്ളത്. വെള്ളം അടിസ്ഥാനമാണ്. പറഞ്ഞത് അമ്മൽ മിൽഹു ഫലാശക്കാൻ മുത്തവല്ലിദ് മിനൽ മാ. ഉപ്പിനെ കുറിച്ച് പറയാൻ സംശയമില്ല, വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുന്നത്. وأنت إذا تأملت علمت أن ما جميع ما يتنزه به الناس في الدنيا ويتلذذون به فأصله الماء والنبات. നീ മനസ്സിലാക്കണം, നീ ആലോചിച്ചു നോക്കിയാൽ മനുഷ്യന്മാർ ഈ ഭൗതിക ലോകത്ത് എന്തെല്ലാം ആസ്വദിക്കുന്നുണ്ടോ, എന്തെല്ലാം ലക്ഷറി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അതെല്ലാം ഫാസ്ലുഹു അൽ മാഉ വൻ നബാത്ത്, അതിന്റെയൊക്കെ അടിസ്ഥാനം വെള്ളവും അതുപോലെ നബാത്ത് സസ്യങ്ങളുമാണ്. ശരിക്കും വാർത്ത വരുന്നത് ഏതാ? ഈ പറയുന്നില്ലേ, എന്താ അർത്ഥം വരുന്നത്? അത് ഭക്ഷിക്കാനുള്ളത്. അത് നേരെ വാക്കർത്ഥം മേയാനുള്ള പുല്ലുകൾക്ക് നേരെ അർത്ഥം എന്ത് ചെയ്യാ, മർആന്ന് വെച്ചാൽ ഈ മേയുന്ന സ്ഥലം എന്നർത്ഥം. മേയുന്ന സ്ഥലം, അതിനാണ് മർആന്ന് പറയാ. അതപ്പോ ഇവിടെ മേയുന്ന സ്ഥലം, അതുപോലെ മേയുള്ള ആൾക്കാർക്ക് ആരെയെ കുറിച്ച് പറയാ, നാൽക്കാലികൾ മേയുന്നതിനെ കുറിച്ച് മേയുന്ന, നാൽക്കാലികൾ തിന്നുന്നതിനെ കുറിച്ച് മേയുക എന്ന് പറയാം. വെച്ചാൽ എന്ത് ചെയ്യുക, അങ്ങനെ മേയുക എന്നർത്ഥം. അങ്ങനെ മേയുമ്പോ കഴിക്കുന്നത് എന്താണോ അതൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മനുഷ്യന്മാര് കഴിക്കുന്ന മനുഷ്യന്മാരെ ധാന്യങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങൾ കഴിക്കുന്ന പുല്ലുകളും എല്ലാം അതിൽ പെടും. അതിന്റെ ഉദ്ദേശാർത്ഥം എന്താ, ഭക്ഷ്യസാധനങ്ങൾ എന്നർത്ഥം ഉദ്ദേശിക്കുന്നത്. അതൊരു ശരിക്കും ആലങ്കാരിക പ്രയോഗമാണ്. ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ വെള്ളം ബഹുമാനപ്പെട്ട ആദ്യ ചർച്ചയിൽ പറയാണ്, എല്ലാത്തിന്റെ അടിസ്ഥാനം വെള്ളവും അതുപോലെ തന്നെ സസ്യങ്ങളാണെന്ന് കാണാം. ഇതുകൊണ്ട് തന്നെ അള്ളാഹു തആല സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ അവിടെ എല്ലാം
അള്ളാഹു താല പറയും, സ്വർഗത്തിന്റെ പ്രത്യേകത പറയുന്നിടത്തേക്ക് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, വെള്ളമൊഴുകുന്നതിനെ കുറിച്ച്. ആ സുഖലോക സ്വർഗം ഉദ്യാനങ്ങൾ, ആ ഉദ്യാനങ്ങളുടെ താഴ്ഭാഗത്തൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു എന്ന് പറഞ്ഞു അള്ളാഹു താല എപ്പോഴും വെള്ളത്തിന്റെ കാര്യം ആ സ്വർഗത്തിലും ആസ്വാദനത്തിൻ്റെതായി പറയുന്നുണ്ട്. തുമ്മല്ലി താല യദുല്ലു അലാ അന്നഹു തആല അറാദ ബിൽ മർഅ കുല്ലു മാ യകുലുഹു നാസ്. ഈ മറ കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്ന വാക്കർത്ഥം ഭക്ഷ്യസാധനങ്ങൾ എന്ന് പറയാമെങ്കിലും അവിടെ കുല്ലു മാ യകുലുഹു നാസു അല്ലന്ന, മനുഷ്യരും നാൽക്കാലികളും തിന്നുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് മർഅ. മനുഷ്യരും നാൽക്കാലികളും തിന്നാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതിനെയൊക്കെ അള്ളാഹു പുറപ്പെടുവിച്ചത് എന്ന് പുറപ്പെടുവിച്ചു എന്ന അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതിനെയൊക്കെ അള്ളാഹു താല, അപ്പൊ മനുഷ്യനെ കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ മനുഷ്യനെ കഴിക്കാനുള്ള ആഹാര സാധനങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊണ്ടുവന്നത് അത് മതാഅല്ലക്കും വലിയ അൻആമിക്കും, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ നാൽക്കാലികൾക്കും. മതാഅല്ലക്കും വലിയ മതാഅല്ലക്കും വലിയ അന്നഹു ഖലഖ ഹാദിഹിൽ അസിയാ വഅഖറജ മിനൽ അർദി മാഅഹാ വമർആഹാ മൻഫഅതൻ ലനാ മതാഅൻ ഇലാ ഹീൻ. അതിന്റെ ഉദ്ദേശം അതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ വസ്തുക്കളെ അള്ളാഹു പടച്ചത്, ഭൂമിയിൽ നിന്ന് വെള്ളത്തെയും ഈ പറഞ്ഞ ഭക്ഷ്യസാധനങ്ങളൊക്കെ അള്ളാഹു പുറപ്പെടുവിച്ചത് മൻഫഅതൻ ലനാ, നമുക്ക് ഉപകാരമെടുക്കാൻ വേണ്ടിയാണ്. മതാഅൻ ഇലാ ഹീൻ, ഒരു നാൾ വരെ, അള്ളാഹു തീരുമാനിച്ചൊരു നാൾ വരെ ഇതുകൊണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് അള്ളാഹു താല ഒരുക്കി നൽകിയതാണ് ഈ ദുനിയാവിലെ സംവിധാനങ്ങളാണത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ഇങ്ങനെ അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറയുകയാണ്. അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞതാ നാം ആദ്യം പറയാം. ആലം അന്നാ ബയ്യന്ന അന്നഹു തആല ഇന്നമാ ദക്കറ കൈഫിയത ഖൽഖിഹി അസ്സമാ വൽ അർദ്. അല്ലാഹു തആല ഈ സൂറത്തിൽ ആദ്യം ആകാശങ്ങളിലെ ഭൂമിയുടെ സെറ്റപ്പിനെ കുറിച്ച് പറഞ്ഞു. എന്തിനാ അള്ളാഹു തആല സ്വർഗത്തിന്റെ ആകാശത്തിന്റെയും ഭൂമിയുടെ സെറ്റപ്പിനെ കുറിച്ച് പറഞ്ഞത്? ആ ആകാശങ്ങളെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ച റബ്ബ് തആല അവൻ നാളെ ഖിയാമത്ത് നാൾ കൊണ്ടുവരാനും ആ ഖിയാമത്ത് നാൾ പുനർജന്മം കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് റബ്ബ്. ആ കഴിവുള്ളതാണ് തെളിവായിട്ടാണ്, ആ കഴിവുള്ളതാണ് എന്നതിന് തെളിവ് പറയാൻ വേണ്ടിയാണ് അള്ളാഹു തആല ആകാശത്തിന് മുകളിലുള്ള പടപ്പിനെ കുറിച്ച് പറഞ്ഞത്, സെറ്റപ്പിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞ ശേഷം ഫലമ്മ ഖററ ദാലിക വബയ്യന ഇംകാനൽ ഹശ്രി അഖിലൻ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞ് സ്ഥിരീകരിച്ച ശേഷം അതൊരു ബുദ്ധിപരമായി ഈ പറഞ്ഞ പുനർജന്മം എന്നതിന് സാധ്യതയുണ്ടോ ഇല്ലേ, അതിന്റെ ഇംകാന്, അതിന്റെ സാധ്യതയും അള്ളാഹു തആല വ്യക്തമാക്കിയ ശേഷം അഖ്ബറ ബഅദാലിക അൻഹൂഹി, ആ പുനർജന്മമാകുന്ന സംഗതി അത് ഉണ്ടാകാൻ പോവുകയാണ്, അത് ഉണ്ടാകുമെന്ന് അള്ളാഹു തആല ശേഷം പറയുകയാണ്. അതാ നിങ്ങൾ നിഷേധിക്കുന്ന പുനർജന്മം എല്ലാ നശിച്ച ശേഷം വീണ്ടും എന്ത് ചെയ്യുക, എല്ലാം ഉണ്ടാകുന്ന ഒരു കാര്യം, പുനർജന്മമാകുന്ന പരലോകമാകുന്ന കാര്യം അത് ഉണ്ട്, അത് ഉണ്ടെന്ന് അള്ളാഹു തആല പ്രമാണം പറഞ്ഞ ശേഷം പിന്നെ പറയുന്ന രംഗമാണിത്. അറിയണം, വന്നാൽ നശിപ്പിക്കുന്ന വിപത്ത് നടത്തും. നേരെ വന്നു പറ്റിയാൽ അത് ഇല്ലാതാക്കുന്ന വിപത്ത്. അൽ കുബറോ, വലിയ അപാരമായ ഘോര വിപത്ത്. ആ ഘോര വിപത്ത് വന്നാൽ അതാ ഹാദിസ, അപകടം നടത്തും, അപകടം വിപത്ത്. അല്ലെങ്കിൽ തത്തിമാരാ സിവാഹ, ആ വിപത്ത് വന്നാൽ മറ്റുള്ള എല്ലാത്തെയും അത് നിഷ്പ്രമാക്കളെയും തച്ചുടച്ചുകളെയും നശിപ്പിച്ചുകളെയും. അങ്ങനത്തെ വിപത്തിനാണ് എന്ത് താമ്മ എന്ന് പറഞ്ഞത്. അപ്പൊ ആ വലിയ വിപത്ത് ചെറിയ വിപത്തൊന്നുമല്ല. ഏറ്റവും വലിയ ഘോരമായ വിപത്ത്. ആ വിപത്ത് ഏതാണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇസ്രാഫീൽ അലൈഹി സ്വലാം രണ്ടാമത് ഊതുന്ന ഊത്താണ്. ഇസ്രാഫീൽ അലൈഹി സ്വലാം രണ്ടാമത്തെ ഊത്തിലൂടെയാണ് അള്ളാഹു തആല ലോകത്ത് മരണപ്പെട്ട എല്ലാവരെയും, നശിച്ചുപോയ എല്ലാവരെയും അള്ളാഹു തആല വീണ്ടും രംഗത്ത് കൊണ്ടുവരുന്നത്. അതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീർ അനുസരിച്ച് ഈ പറഞ്ഞ ആ ഘോരമായ സംഭവം വന്നാൽ അതാ ഖിയാമത്ത് നാൾ രണ്ടാമത്തെ ഊത്താണ്. ആ രണ്ടാമത്തെ ഊത്തങ്ങ് വന്ന് ഖിയാമത്ത് നാളാകുന്ന ഘോര വിപത്തങ്ങ് വന്നാൽ അല്ലാഹ് പറയാ എന്താ സംഭവിക്കുക? യൗമയതദക്കറുൽ ഇൻസാനു മാ സആ, യൗമാദിനം യതദക്കറു ഓർത്തുപോകും അൽ ഇൻസാൻ മനുഷ്യൻ, മാ സആ അവൻ പരിശ്രമം ചെയ്തു കൂട്ടിയതൊക്കെ, അവൻ എന്തെല്ലാം ചെയ്തു പോയിട്ടുണ്ടോ എല്ലാം ഓർമ്മയിലേക്ക് വരികയാണ്. ഓർമ്മയിലേക്ക് വരാൻ പാകത്തിൽ അള്ളാഹു തആല പല ചിത്രങ്ങളോടെ കൊണ്ടുവരുന്നുണ്ട്. അതാ യൗമയതദക്കറുൽ ഇൻസാൻ, അന്നേ ദിവസം മനുഷ്യൻ ഓർത്തു പോവുകയാണ് മാ സആ അവന്റെ പ്രയത്നങ്ങളെല്ലാം. അതുപോലെ ബുർരിസത്ത് വെളിവാക്കപ്പെടും അൽ ജഹീം നരകമാകുന്ന ലോകം. ലിമൻ യറാ, ലിമൻ ചിലർക്ക്, അതിനകത്ത് ചിലരാണ് യറാ അവൻ കാണും,
കാണാൻ കഴിയുന്ന ആർക്കും പ്രകടമാകുന്ന തരത്തിൽ അള്ളാഹു ആ ശിക്ഷയുടെ കേന്ദ്രമായ നരകത്തെ ഇങ്ങനെ രംഗത്ത് കൊണ്ടുവരികയാണ്, വെളിപ്പെടുത്തി കൊണ്ടുവരികയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു തല ഖിയാമത്ത് വന്നാലെന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യമാണ് പറഞ്ഞത്. ആ ഖിയാമത്ത് ആ ദിനത്തിൽ അള്ളാഹു രണ്ട് വിശേഷണം പറഞ്ഞു. അല്ലവൽ ഒന്നാമത്തെ വിശേഷണം ഖൗലുഹു തആല, അള്ളാഹുവിന്റെ ഈ വാക്കാണ്, യൗമ യതദക്കറുൽ ഇൻസാനു മാ സആ, മനുഷ്യരുടെ പ്രയത്നങ്ങളെ കാണുന്നത് ഓർക്കുന്ന ദിവസമാണത്. ഇദാ റആ അമാലഹു മുദവ്വനതൻ ഫി കിതാബി തദക്കറ, അതെങ്ങനെ ഓർക്കുക? അതേ ഖിയാമത്ത് നാളാകുമ്പോ അള്ളാഹു തആല മനുഷ്യന്മാർക്ക് അവരവരെ ഏടുകൾ നൽകപ്പെടുകയാണ്. ആ ഏടുകളിൽ വളരെ കൃത്യമായി ഒരു പുള്ളി പോലും വിടാതെ, ഒരു ചെറുതോ വലുതായ ഒരു കർമ്മവും ഒഴിച്ചിട്ട് പോകാതെ മുഴുവൻ ക്രോഡീകൃതമായി മുഴുവൻ സംഗതി അങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്ത് ഏടുകൾ നൽകുകയാണ്. അവൻ ചെയ്ത പ്രവർത്തനത്തെ ഇങ്ങനെ അവൻ എല്ലാം ഓർക്കാൻ കഴിയുകയാണ്. അതാ ഇതാ റഅ മുദവ്വനതൻ ഫി കിതാബിഹി, അവന്റെ ഗ്രന്ഥത്തിൽ അവന് നൽകപ്പെടുന്ന ഏടിൽ ക്രോഡീകരിക്കപ്പെട്ടത് അവന്റെ കർമ്മങ്ങളെ അവൻ അങ്ങനെ കാണുമ്പോൾ അവനൊന്നും വിസ്മരിക്കാൻ കഴിയുന്നില്ല. എല്ലാം ഇങ്ങനെ ചെയ്തത് അങ്ങനെ 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 ഓർക്കുകയാണ്. കാനക്കത്ത് നസിയഹ, മനുഷ്യൻ ദുനിയാവിൽ ചെയ്തിട്ട് അവൻ തന്നെ ഒന്നോ മറന്നുപോയിരുന്നു, അവൻ തന്നെ എല്ലാം മറന്നുപോയതായിരുന്നു. പക്ഷെ ആ മറന്നുപോയതിനെ അള്ളാഹു ഓർപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ കൊണ്ടുവരാൻ പാകത്തിൽ എല്ലാം കൃത്യമായി എഴുതിയ ഏടവന് നൽകപ്പെടുകയാണ്. ആ ഏട് നൽകപ്പെടുമ്പോഴാണ് ആ മനുഷ്യന് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല, എല്ലാം അങ്ങനെ തന്നെ ഓർക്കുകയാണ്. അങ്ങനെ മനുഷ്യന്മാരൊക്കെ അവനവന്റെ കർമ്മങ്ങളെ ഓർക്കുന്ന ദിവസമാണ് ആ ദിവസം. പിന്നെ അള്ളാഹു തആല പറഞ്ഞ വേറെ വിശേഷണം, കാണുന്ന എല്ലാവർക്കും ആ നരകം അങ്ങ് വെളിപ്പെടുകയാണ്. നരകലോകത്തെ അള്ളാഹു വെളിപ്പെടുത്തപ്പെടുകയാണ് കാണാൻ കഴിയുന്നവർക്ക് എല്ലാം. ഈ മസ്അലത്താനി രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം ഖൗലുഹു തആല ലിമൻ യറ, കാണുന്നവർക്ക് അള്ളാഹു നരകത്തെ വെളിപ്പെടുത്തപ്പെടുമെന്ന് പറഞ്ഞാൽ എന്തായ, കാഴ്ചയുള്ള നോക്കാൻ കഴിയുന്ന ആരെല്ലാം ഉണ്ട് അവർക്കെല്ലാം വെളിപ്പെടുന്ന രീതിയിൽ അള്ളാഹു തആല നരകത്തെ രംഗത്ത് കൊണ്ടുവരും. നരകത്തെ അള്ളാഹു തആല വെളിപ്പെടുത്തും. അതാ അത് പറഞ്ഞനുസരിച്ച് എല്ലാ മനുഷ്യന്മാരെ നരകത്തെ കാണും. കാഫിറുകളാകട്ടെ വിശ്വാസികളാകട്ടെ എല്ലാവരും നരകത്തെ കാണും. നരകത്തെ കാണാൻ എല്ലാവരും കാണും, ആരും കാണാതെ ഇല്ല. പിന്നെന്താ വ്യത്യാസം? ഇല്ല അന്ന മക്കാനുൽ കുഫാരി വമഅവാഹും, പക്ഷേ നരകത്തെ കാണുമ്പോ ആ നരകമാണ് കുഫാറുകളുടെ ഇടം, അവരുടെ അഭയസ്ഥാനവും അവരുടെ മടക്കസ്ഥാനവും അതാണ്. അപ്പൊ അന്നിലേക്ക് നേർക്ക് നേരെ അവർ ദർശിക്കും, അവർ ആ നരകത്തിലേക്ക് ചെന്ന് ചേരും. കാഫിരീങ്ങൾ നരകത്തിൽ ചെന്ന് ചേരും. എന്നാ മുഅ്മിനീങ്ങളോ യമുറൂന അലൈഹ, ആ നരകത്തിന്റെ മുകൾ ഭാഗത്തൂടെ ക്രോസ് ചെയ്തു പോകും, പാസ് ചെയ്തു പോകും, സഞ്ചരിച്ചു പോകും. അതെ, അപ്പൊ ഇതേ അഭിപ്രായമാണ്. ഇതാണ് അള്ളാഹു തആല ഖുർആൻ മറ്റു സ്ഥലത്ത് പറഞ്ഞത്, വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ, വഇമ്മിൻകും അല്ലാഹ് പറയാ, നിശ്ചയമായും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും ഇല്ല വാരിദുഹ, നരകത്തിലൂടെ കടന്നുപോയിട്ടല്ലാതെ. അങ്ങനെ നരകം ക്രോസ് ചെയ്യൽ അള്ളാഹു തആല തീരുമാനിച്ച കാര്യമാണ്, എല്ലാവരും ക്രോസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് വിശ്വാസികളെ ആൾക്കാരെ നരകത്തിന്റെ മുകളിലൂടെ പോകും, അപ്പൊ നരകം കാണും. പിന്നെയോ പിന്നെ സുമ്മനുനജ്ജില്ലദീനത്തഖൂ, അങ്ങനെ എല്ലാവരും നരകം കാണിക്കും. എന്നാൽ അള്ളാഹു തആല തഖ്വ ചെയ്ത ആൾക്കാരെ അള്ളാഹു രക്ഷപ്പെടുത്തും. അവരെ നരകത്തിൽ അള്ളാഹു വീഴ്ത്തുകയില്ല, അവരെ രക്ഷപ്പെടുത്തി അള്ളാഹു സ്വർഗത്തിലേക്ക് എത്തിക്കും. അപ്പൊ അങ്ങനെ എല്ലാവരും കാണത്തക്ക രീതിയിൽ ആ നരകത്തെ അള്ളാഹു വെളിപ്പെടുത്തി കൊണ്ടുവരുന്ന ദിവസമാണ് ഈ ദിവസം, ഖിയാമത്ത് നാൾ. ആ ഖിയാമത്ത് നാൾ അള്ളാഹു തആല നരകത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല രംഗത്ത് കൊണ്ടുവരും. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹു തആല അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിന്റെ വിശേഷണം അങ്ങനെ പറഞ്ഞിട്ടു. മൊത്തത്തിൽ ഇങ്ങനെ ഖിയാമത്ത് നാൾ എന്നാൽ ഇതാണ്, എല്ലാവരും വരും, അവനവന്റെ കർമ്മങ്ങളെ എല്ലാവർക്കും ബോധ്യപ്പെടുത്തും. അവൻ എല്ലാവർക്കും ഏട് നൽകപ്പെടും. ഏട് നൽകപ്പെട്ടിട്ട് ശിക്ഷയുടെ കേന്ദ്രമായ നരകം, എല്ലാവരും ആ ഭീകരത കാണും. അതിനെ കണ്ടു കഴിഞ്ഞാലോ അള്ളാഹു തആല അതിനെ ഖിയാമത്ത് നാളിന്റെ മൊത്തത്തിൽ വിശേഷം. പിന്നെ അള്ളാഹു തആല അവിടെ എത്തുന്ന ഈ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന മനുഷ്യന്മാർ, മുക്കല്ലഫായിരുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർ രണ്ട് വിഭാഗമാവുകയാണ്. ഒന്ന് പരാജിതരാണ്, വേറൊന്ന് വിജയികളാണ്. അള്ളാഹു തആല കൂട്ടത്തിൽ ആദ്യം പരാജയ കഥ പറയാണ്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ പിന്നെ അള്ളാഹു വിജയികളുടെ കഥ പറയും. അവിടെ നിൽക്കട്ടെ, സമയമായി, നാളെ എടുക്കാം.
ഡൗട്ടൊന്നും ഇല്ലല്ലേ? ഈ തോമ എത്ര ഹർക്കത്തിന്റെ നീട്ടണത്? ആറ് ഹർക്കത്ത് നീട്ടണം. മദ് ലാസിമായ മദ്ദാണ്. മദ് ലാസിമാണ്. മദ് ലാസിമായത് കൊണ്ട് എന്ത് ചെയ്യാ? ഔദാര്യം ഇല്ല, നിർബന്ധമായിട്ടും 6 ഹറക്കത്ത് കിട്ടണം. 6 ഹറക്കത്ത് 3 അലിഫിന്റെ കണക്ക് കിട്ടണം. നമ്മൾ വലന്താലി നീട്ടുന്ന പോലെ തന്നെ. നമ്മുടെ മലയാളി നാട്ടിൽ പോലെ നിർത്തും. മലയാളി നാട്ടിൽ എപ്പോഴും കുറവായിരിക്കും. അറബികൾ നീട്ടുന്നതുമായി നീട്ടണം. اوكي ان شاء الله. الله تعالى قبول شيئك. ربنا اغفر لنا ولوالدينا ولاساتذتنا ولمن نفعنا بعلومهم. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله عليه وسلم. നാളെ ക്ലാസ് ഉണ്ടാവേ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.